ഹായ് ഹലോ ഗൈസേ, അപ്പോൾ ഇതാ ഇന്നൊരു കുഞ്ഞു ഡേ മൈ ലൈഫ് എന്നാണ് ഞാൻ സ്റ്റാർട്ടാക്കുന്നുള്ളത്. പേജൊക്കെ തുടങ്ങിയിട്ട് കുറേ ദിവസമായി, പക്ഷെ ഇന്ന് വരെ പുതിയതായിട്ട് ഒരു ബ്ലോഗ് ഞാൻ ചെയ്തിട്ടില്ല. വേറൊന്നല്ല, സമയത്തിൻ്റെ പ്രശ്നമാണെന്നും പറയാം, അല്ലെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമാണെന്നും പറയാം. വീഡിയോ എടുക്കാനാണ് ഫസ്റ്റ് ആയിട്ടാണ്, പക്ഷെ ആ വീഡിയോയിലെ എഡിറ്റ് ആക്കാൻ ഭയങ്കര ബാക്കാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു, പെട്ടെന്നായിട്ടോ രാവിലെ വിചാരിച്ചു ഇന്നൊന്ന് വീഡിയോ ചെയ്യാമെന്ന്. എന്താവും ഒന്നും നമുക്കറിയില്ല. എന്തായാലും അത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നമുക്ക് അച്ചുമാനയുടെ പണിയെടുക്കുന്നുണ്ട്. അവിടെ ഒരു പയ്യന് ഫുഡ് കൊടുക്കണം. എല്ലാ ദിവസവും ഞാനല്ല, അവരാണ്. പക്ഷേ ഇന്ന് അവരില്ലാത്തതുകൊണ്ട് എനിക്ക് ഏൽപ്പിച്ചു. അങ്ങനെ നമ്മളെ നേൽപ്പുറത്തെ ഉടുപ്പിയിലൊക്കെയാണ് ഞാൻ പോയത്. അവിടെ നിന്ന് ഒരു ഫുഡൊക്കെ വാങ്ങിച്ച് നേരെ അച്ചുമാൻ്റെ പെരക്ക് പോകണം. സത്യം പറയട്ടാ, എനിക്ക് ഈ ബ്ലോഗ് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഭയങ്കര ബോറായിരിക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റിങ്ങും വോയിസും ഒക്കെ കൊടുക്കണം. ഭയങ്കര പണിയാണ്, അതേപോലെ ഭയങ്കര ബോറായിരുന്നു. എന്താവും നമുക്കറിയില്ല. എന്തായാലും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ചുമാൻ്റെ പെരക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അതൊക്കെ ഞാൻ പിന്നെ പറയട്ടോ. എന്തായാലും ഒരു കാര്യം പറയാം, ഇവിടെയാണ് ഞങ്ങൾ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര സ്വപ്നമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ വേണം. അപ്പോൾ ഞാൻ ബയ്യന് ഫുഡൊക്കെ കൊടുത്തു. ഈ സംഭവം എന്തെന്നൊക്കെ ഞാൻ ബയ്യ പറയട്ടോ. അപ്പോൾ അവിടെ നേരെ കാസർഗോഡ് ടൗണിലൊക്കെ പോയി. എവിടെയാണെന്ന് വെച്ചാൽ താലങ്ങാടിക്ക് മുമ്പായിട്ട് മറ്റേ നമ്മളെ നെല്ലിക്കുന്ന പള്ളിയിലേക്ക് പോകുന്ന അവിടെ ആധാരത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു സംഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയാൽ, അപ്പോൾ അവിടുത്തെ ചേച്ചിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ലേ, ചേച്ചിനെ ഇങ്ങനെ നോക്കുന്നത് എന്തിപ്പോൾ ഓളാക്കുന്നത്, എന്ത് വീഡിയോയിൽ എടുക്കുന്നത് അങ്ങനെ ചോദിച്ച്. അപ്പോൾ ഞാൻ സംഭവം പറഞ്ഞു, ചേച്ചി ഞാനൊരു കുഞ്ഞു ബ്ലോഗ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ എന്നെ സപ്പോർട്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നാൽ ഓക്കെ ഹായ് ഒക്കെ തന്നപ്പോൾ ഭയങ്കര ഹാപ്പി. പക്ഷേ എൻ്റെ ഫസ്റ്റ് തന്നെ ബ്ലോഗ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തൊക്കെ പോയിട്ടില്ലേ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ചമ്മലാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ചമ്മൽ കുറച്ച് മാറിക്കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടുത്തത് ഞാൻ പോയിട്ടുള്ളത് നമ്മളെ ചക്കര ബസാറിൻ്റെ ആ സൈഡായിട്ട് കേട്ടോ. അവിടെ എനിക്ക് ഈ റിച്ചാനെ കാണാം. ഇത്ര നാളായിട്ട് ഞാൻ അവരുടെ പേര് ചോദിച്ചിട്ടാണ് ഇനി പോയിട്ടാകുമ്പോൾ എന്താ ചോദിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അടുത്തേക്ക് പോയത്. അങ്ങനെ ഞാൻ ഫോണും പിടിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നത്. ഇത് കണ്ടിട്ട് അവർ ചോദിച്ചു എന്ത് കഥയായിരുന്നു. കാരണം ഞാൻ പൊതുവെ ഈടെ നല്ല ഇവിടെ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കല്ല, ബ്ലോഗ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് ചോദിച്ചു എന്ത് കഥ. അപ്പോൾ ഞാൻ വേറൊന്നല്ല, ഇങ്ങനെ ബ്ലോഗ് ചെയ്യാമെന്നല്ല വിചാരിച്ചിട്ട് എടുക്കുന്നത്, എന്താണെന്ന് അറിയില്ല, സപ്പോർട്ടെല്ലാം വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഓക്കെ. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ കൂടി ഒന്ന് എടുക്കുമോ എന്നാണ് ചോദിച്ചപ്പോൾ ഞാൻ നോക്കി. എന്നിട്ട് അവരെ ഷോപ്പിൻ്റെ ജസ്റ്റ് വീഡിയോ എടുത്ത് അപ്പോൾ ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അപ്പോൾ ഇവിടുത്തെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ദുബൈയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. സ്ഥലം എന്ന് പറയുന്നത് ഫോർട്ട് റോഡ്, ചക്ര ബജാറിൻ്റെ ഓപ്പോസിറ്റ് ഫോർട്ട് റോഡ്. അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മനസ്സിലായില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദുബൈയിലത്തെ എന്തെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ, അതേപോലെ നാട്ടിലത്തെ നല്ല നല്ല ട്രാക്ക് ഷൂട്ട്, ടീഷർട്ട് അങ്ങനെ എന്തെല്ലാം ഉണ്ടാവും ഈ ഷോപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിലേക്ക് പോയാൽ മതി. പിന്നെ വിലേൻ്റെ കാര്യം വലിയ വിലയൊന്നുമില്ല, കുറച്ച് ചെറിയ ചെറിയ പൈസക്കും നമുക്ക് ട്രാക്ക് ഷൂട്ട് അങ്ങനെയെല്ലാം കിട്ടും. അങ്ങനെ കുറച്ച് സമയം അവിടെ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പോകുന്നത് നേരെ ബദ്ര ഹോട്ടലിലേക്ക് പോയെന്ന് വെച്ചാൽ ബയ്യന് ഫുഡ് വാങ്ങിക്കണമല്ലോ. അങ്ങനെ ബയ്യന് ഫുഡും വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ പോകുമ്പോൾ തന്നെ നമ്മളെ ചമ്മനാട് ഒരു ആപ്പിൾ മിൽക്കിൻ്റെ സ്പോട്ട് ഉണ്ട്. എടുത്ത് ആപ്പിൾ മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചനക്ക് കുറേ കാലമായിട്ട് അറിയാം എന്താ വെച്ചാൽ ആപ്പിൾ മിൽക്ക് കുടിച്ചിട്ടുള്ള പരിചയമാണ്. പിന്നെ പേരൊന്നും അറിയില്ല, എന്നോട് ആരും പേര് ചോദിക്കണ്ട, എനിക്ക് പേരറിയില്ല. അങ്ങനെ കുറച്ച് കഥയെല്ലാം വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, വേറൊന്നുമല്ല. എന്തിങ്ങനെ വീഡിയോ ചെയ്യുന്നതിലേക്ക് പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സപ്പോർട്ടൊക്കെ ഇടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സമയം വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ റോഡിൻ്റെ കാര്യം കണ്ടെങ്കിൽ മതി മക്കളെ. ആ റോഡിൻ്റെ പകുതി മണ്ണും അല്ല പകുതി പൊടി എൻ്റെ ബാറ്റിലുണ്ട്. അങ്ങനെ റോഡെല്ലാം നോക്കി നിൽക്കുമ്പോഴേക്ക് ആപ്പിൾ മിൽക്ക് നല്ല പല കുത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ സ്പെഷ്യൽ ആപ്പിൾ മിൽക്ക് എന്ന് പറയുക. ഇവിടെ മാത്രമല്ല കുറേ സ്ഥലത്തുണ്ടാവുക, പക്ഷേ ഇവിടുത്തെ ആപ്പിൾ മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ നാട് മേൽപ്പമ്പിലത്തെ ഒരു ആപ്പിൾ മിൽക്ക് ഉണ്ട്, ആ സ്പോട്ടിലത്തെ ആപ്പിൾ മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ റപ്പിച്ച അടുത്ത ആപ്പിൾ മിൽക്ക്, അങ്ങനെ കുറച്ച് സ്പോട്ടിലത്തെ ആപ്പിൾ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുടിക്കാത്ത ആളുണ്ടെങ്കിൽ കുടിച്ചോളാം. അങ്ങനെ ആപ്പിൾ മിൽക്ക് കുടിച്ചിട്ട് പിന്നെ ഞാൻ നേരെ പോയി അടുത്തേക്ക് ഫുഡ് കൊടുക്കാൻ. ഞാൻ പോകുമ്പോഴേക്ക് ബയ്യനാണ് കാര്യമായിട്ട് പണിയെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് ഭയങ്കര ബേജാറാവും. കാരണം ഇത്രയും വെയിലത്ത് ഇങ്ങനെ പണിയെടുക്കുന്നതാകുമ്പോൾ എന്തോ. അങ്ങനെ ബയ്യൻ്റെ ഫുഡെല്ലാം കൊടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് സമയം ഉപ്പാനോടും ഉമ്മാനോട് ഇരുന്നിട്ട് അവിടെ സംസാരിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ നോമ്പൊക്കെ തുടങ്ങുന്നതല്ല, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡേ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഫുള്ളൊന്നുമല്ല, പക്ഷേ ഇത് ഫുള്ളൊന്നുമില്ല. എന്തായാലും ഇതൊരു തുടക്കമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബ്ലോഗ് ചെയ്തിട്ട് മുൻപരിചയമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും എന്നെ ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.